മന്ത്രിയുള്ള സെക്രട്ടേറിയറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. രഞ്ജിത്ത് അമ്പാടി, ഈ PSC ഉദ്യോഗാർത്ഥികളുടെ കഷ്ടകാലം അത് നമുക്ക് പ്രേക്ഷകരെ അറിയിച്ചേ പറ്റൂ. എന്തായാലും ഏറെ നാളുകളായി, ഇന്ന് 35-ാം ദിവസമാണ് അവർ സമരം തുടരുന്നത്. പ്രതികൂല സാഹചര്യങ്ങളൊക്കെ തരണം ചെയ്ത സർക്കാർ ജോലി എന്ന സ്വപ്നം പേറി PSC പരീക്ഷ എഴുതിയവരാണ് ഇന്ന് തെരുവിലലയുന്നത്. പട്ടികയിൽ 1ഉം 2ഉം റാങ്കിൽ ഉൾപ്പെട്ടവർക്ക് പോലും നിയമനം നൽകാതെ വന്നതോടെ അനിശ്ചിതകാല സമരത്തിന് ഇവർ നിർബന്ധിതരാവുകയായിരുന്നു. രാവും പകലും മഞ്ഞും മഴയുമേറ്റ് അവർ സമരത്തിലാണ്. അർഹതപ്പെട്ട ഉദ്യോഗത്തിനായി ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ പുല്ലു തിന്നുന്ന അവസ്ഥയിൽ വരെ എത്തി കേരളത്തിലെ യുവസമൂഹം. വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു കൊടുക്കേണ്ട അധ്യാപകരാണ് ഇന്ന് തെരുവിൽ അലയുന്നത്. പലരും അധ്യാപന വൃത്തി മോഹിച്ചെത്തിയവർ. അപ്പം ഞങ്ങൾ ഈ സമരത്തിന് ഇറങ്ങേണ്ട ആൾക്കാരല്ല, നിങ്ങൾക്കാരും മനസ്സിലാവും. ഞങ്ങളൊക്കെ പഠിച്ച് ജോലി കയറണമെന്ന് ആഗ്രഹിച്ച ആൾക്കാരാണ്. അപ്പം ഞാൻ തന്നെ വിചാരിച്ചത് കഴിഞ്ഞ ഓണം ആകുമ്പോഴത്തേക്ക് ജോലിയിൽ വരും, സ്കൂളിലിരിക്കണമെന്ന് വിചാരിച്ചാണ് ഞങ്ങളും ആ ഒരു എക്സാമൊക്കെ എഴുതി സമാധാനമായിട്ട് നിന്നു. പരീക്ഷയ്ക്ക് പഠിച്ച് നമുക്കൊരു പ്രതീക്ഷയാണ്, നമുക്ക് നമ്മുടെ ഒരു കുടുംബത്തിൽ ഒരാളെയും ഗവൺമെൻറ് ജോലിക്ക് കയറുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ഇത്ര നാൾ നോക്കിയവർക്ക് നമ്മളൊരു സപ്പോർട്ട് അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പം പഠിച്ചാൽ മാത്രം പോലെ മുദ്രാവാക്യം വിളിക്കാനും പഠിക്കണമെന്നുള്ളൊരവസ്ഥയിലോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. 1ഉം 2ഉമല്ല 8 മാസക്കാലമാണ് സർക്കാരിന്റെ കനിവിനായി റാങ്ക് പട്ടികയും ഹൃദയത്തിലേറ്റി കാത്തിരുന്നത്. എല്ലാ വഴികളും അടഞ്ഞതോടെ സമരമല്ലാതെ മറ്റു വഴിയില്ലെന്നായി. ജീവിതത്തിലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിൽക്കുന്ന ഒരാളാണ്. ഞാനും മകനും മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു സ്ഥിരമായിട്ടുള്ള ജോലി വേണം, അതും അധ്യാപക ജോലി തന്നെ വേണം എന്നുള്ളൊരാഗ്രഹത്തിന്റെ പുറത്താണ് ഇതിനു വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് ഇറങ്ങിയത്. സർക്കാരിന്റെ കണ്ണു തുറക്കാൻ ഈ ഒരു മാസത്തിനുള്ളിൽ നടത്തിയത് ഒട്ടേറെ സമരമുറകൾ. മണ്ണു തിന്നും, അവസാനം പുല്ലും. ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഈ രംഗത്തേക്ക് എത്തിപ്പെടാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പരീക്ഷ എഴുതി വരുമ്പോഴും നമുക്ക് ജോലിയില്ലാന്ന് പറയുമ്പോൾ എത്ര സ്വപ്നങ്ങളാണെന്നറിയോ പോകുന്നത്. നമ്മുടെ സ്വപ്നങ്ങളില്ലാതായി പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുഃഖം അത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒരു ഭാഗത്ത് ജീവിത പ്രാരാബ്ദം, മറുഭാഗത്ത് ജോലിയായില്ലേ എന്ന നാട്ടുകാരുടെ പരിഹാസ ചോദ്യങ്ങൾ. ഇതിനെല്ലാം പരിഹാരമായിരുന്നു ഈ ജോലി. അതാണ് ഇന്ന് ചോദ്യചിഹ്നമാകുന്നത്. ഒരു ഔദാര്യത്തിനായിട്ട് ഞങ്ങൾ ചോദിക്കുകയല്ല, ഞങ്ങൾ പഠിച്ച് നേടി വന്നിട്ടുള്ള ഒരു റാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് ജോലി വേണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ചർച്ചയ്ക്ക് വിളിച്ചു എന്ന് പറയണ്ടെങ്കിലും ഞങ്ങളെ ആരും ചർച്ചയ്ക്ക് അങ്ങോട്ട് വിളിച്ചിട്ടില്ല. 10 ദിവസമായി ഒരു അധ്യാപിക നിരാഹാര സമരത്തിലാണ്. അനുദിനം മോശമാകുന്ന ആരോഗ്യസ്ഥിതി. അവരെ തിരിഞ്ഞു നോക്കാൻ വിളിപ്പാടകല ദൂരത്തിലുള്ള ഭരണകൂടത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പലർക്കും ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഇത്തവണയെങ്കിലും ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ സർക്കാർ ജോലി എന്നതൊരു ദുസ്വപ്നമാകും. അതുതന്നെയാണ് വെയിലും മഴയും രാത്രിയും പകലുമെല്ലാം സമരമുഖത്ത് ജീവിതം ബലിയർപ്പിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നതും. സമരം സമരം സമരം. ഇത് അതിജീവനത്തിനായിട്ടുള്ള ജീവിത സമരമാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം. അശ്വതി, തീർച്ചയായും അത് ആ വാക്ക് തന്നെയാണ്. അതിജീവനത്തിന് വേണ്ടിയുള്ള സമരം, നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം.